അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, അമേരിക്കയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആഹാ, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അല്ലേ! ഡെൻവറിൽ നിന്ന് ഈ ബസ്സിൽ കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ സീറ്റിന് ഒരു സീറ്റ് മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഈ ബസ്സിൽ കയറിയത് മുതൽ എയർപോർട്ടും വെച്ചിട്ട് ബോയ് ഫ്രണ്ടിനോടോ മറ്റോ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയത്ത് എവിടെ എത്തി, എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്നൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെയോ ഒരു സുഹൃത്തിൻ്റെയോ ഒക്കെ സ്ഥാനത്താണ് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റിമസിയോടെ, ആ ഒരു ഫ്രീഡത്തോടെ, ആ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളോടൊക്കെ ഈ യാത്രാനുഭവം ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. ഈ കൊളറാഡോ പറഞ്ഞു കേട്ടതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡിൽ മുഴുവൻ നമ്മുടെ നിറയെ പർവ്വത നിരകളും, പക്ഷെങ്കിലും ഇടയ്ക്ക് ഈ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കൽക്കരി ഖനനം പോലത്തെ പരിപാടികളൊക്കെ ഇടയ്ക്ക് കാണാം. നമ്മളിപ്പോൾ ന്യൂയോർക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ന്യൂയോർക്കിൻ്റെ മണം സത്യം പറഞ്ഞാൽ ഒരു കഞ്ചാവിൻ്റെ മണമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഈ യാത്ര, ഞാനിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് വളരെ മണ്ടത്തരമായി പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ആ തോന്നലുണ്ടായത് നമ്മളുടെ ഈ ലാപ്ടോപ്പും അത് വെച്ചിരുന്ന ആ ബാഗും ഒക്കെ നഷ്ടപ്പെട്ട ആ ഒരു പേഴ്സണൽ നഷ്ടത്തിൽ നിന്നുണ്ടായ ഒരു ഫീൽ കൂടി ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ കാണുമ്പോൾ ഈ കൊളറാഡോ കഴിഞ്ഞ സമയം മുതൽ ഇങ്ങനൊരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉണ്ടാകുന്നത് കേട്ടോ. കൊളറാഡോയിൽ നിന്ന് നമ്മൾ അടുത്ത ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്താൻ വേണ്ടി ഇനി ഒരു ബസ്സിൽ കൂടി വേണ്ടി മാത്രമാണ് കയറാനുള്ളത്. അത് പക്ഷേ ഡേ ടൈമിൽ മാത്രമുള്ള ഒരു ഏകദേശം ഒരു 5 മണിക്കൂർ മാത്രം ഇരിക്കേണ്ട ഒരു ബസ്സാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ 4ാമത്തെ ബസ്സിലാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഗ്രേയും യെല്ലോയും നല്ല കളർ കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. അതാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊളറാഡോയുടെ നിറം തന്നെ ഗ്രേ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കൊരു മഞ്ഞ പെയിൻ്റ് അടിച്ച ഒരു ട്രക്ക് പോവുകയോ ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങോ ഒക്കെ ഈ ഗ്രേ പശ്ചാത്തലത്തെ കാണുമ്പോൾ അതൊരു പ്രത്യേക സൗന്ദര്യമാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം തോന്നുന്നത് നമ്മൾ വളരെ ലൈവായിരിക്കും.
നമ്മൾ ഈ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ളതിലായിരിക്കും നമ്മൾ എല്ലാ സമയത്തും. പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഒരു ലാപ്ടോപ്പ് പോയതൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് ഇരിക്കേണ്ട സമയമാണ് അല്ലേ. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ കുറേ സ്വയം കുറേ ഫിലോസഫിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. പ്രത്യേകിച്ച് നമ്മളൊരു സോളോ ട്രാവലിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നോക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സുഖമുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും ഞാൻ വളരെ സംശയമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഇപ്പോൾ ന്യൂയോർക്കിലെന്നോ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് സ്പിരിറ്റ് ട്രാവൽസിനോ മറ്റോ നമ്മൾ കാലിഫോർണിയയിൽ എത്തുക എന്ന് പറയുന്നതിനൊരു $400 അറൗണ്ട് ആ കോസ്റ്റേ വരത്തുള്ളൂ. ആ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഈ ബസ് ട്രാവലിനും ആകുന്നത്. ഈ ട്രാക്കിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഒരല്പം കൂടുതലാകുകയും ചെയ്യും. അപ്പോഴും ഈ സ്ഥലങ്ങൾ കൂടുതൽ അറിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആകാശമല്ലാതെ നമ്മൾ വേറൊന്നും കാണുന്നില്ലല്ലോ. പക്ഷേ ഈ യാത്ര ഏകദേശം ഒരു യാത്രയുടെ 75% കഴിഞ്ഞു നമ്മളിപ്പോഴും. അപ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യാത്ര ചെയ്തത് നല്ലതായി എന്ന് തന്നെയാണ്. ഇടയ്ക്ക് ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതർവൈസ് ഇപ്പോൾ ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ നേരത്തെയും ബ്രൂക്ലിൻ, വാഷിങ്ടൺ DC പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെയും വന്നിട്ടുള്ളതാണ്. പക്ഷെ അതിന് ശേഷമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഷിക്കാഗോയിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു, ഈ കൊളറാഡോയിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു, കൊളറാഡോയിൽ തന്നെയുള്ള ഡെൻവറിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം കുറേ സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് പരിചിതമായ സ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞു. ഈ കൊളറാഡോ പറഞ്ഞു കേട്ടതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡിൽ മുഴുവൻ നമ്മുടെ നിറയെ പർവ്വത നിരകളും, പക്ഷെ മുഴുവൻ ഒരു ഡെസേർട്ട് കൈൻഡ് ഒരു ടെറൈനാണ്.
പക്ഷെങ്കിലും ഇടയ്ക്ക് ഈ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടല്ലോ, പിന്നെ ഈ കൽക്കരി ഖനനം പോലത്തെ പരിപാടികളൊക്കെ ഇടയ്ക്ക് കാണാം. ബസ്സിലങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെ ഇപ്പോഴ് നേരെ അടുത്ത സൈഡിലേക്ക് മാറിയിരുന്നു. ഇവിടെ നിന്നാണ് കൂടുതൽ നല്ല വിഷ്വൽസ് കാണാൻ പറ്റുന്നത്. പണ്ടൊരിക്കൽ ഇതുപോലെ, അത് UK-യിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഞാൻ ട്രെയിനിൽ ഇതേപോലെ ഒരു ദീർഘയാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഈ പാടങ്ങളിൽ ഈ നിൽക്കുന്ന പശുക്കളുണ്ടല്ലോ, അപ്പം നമ്മൾ ഈ പോകുന്ന വേഗതയുമായിട്ട് നോക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു നിശ്ചല ചിത്രങ്ങളായിട്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പശുക്കൾ തന്നെയാണോ, ഇങ്ങനെ മേയുന്ന പശുക്കളാണോ, അതോ അങ്ങനെ എന്തെങ്കിലും ഹോർഡിങ്സുകൾ വെച്ചിരിക്കുകയാണെന്നൊക്കെ ആദ്യം കണ്ടപ്പോഴും സംശയം തോന്നി. പിന്നെയാണത് മനസ്സിലായത്, നമ്മുടെ വേഗത അവരുടെ ഒരു ചെറിയ ചലനത്തെക്കാളും വളരെ വേഗത്തിലല്ലേ ഈ ബസ്സും ട്രെയിനും ഒക്കെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവരവിടെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നതാണ്. കൊളറാഡോയിൽ കൂടുതൽ കാണുന്നതും ഈ ഇൻഡസ്ട്രീസും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ട്രക്കുകളും ഒക്കെയാണ് കേട്ടോ. അല്ലാതെ ആക്ച്വലി ഒരു റെസിഡൻഷ്യൽ അങ്ങനെ ഒരു വലിയ സ്ഥലങ്ങൾ കാണുന്നില്ല. മേ ബി നമ്മൾ പോകുന്ന വഴിയുടെ പ്രത്യേകതയായിരിക്കും, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഒരു ജീവിതം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറയുന്നതിനേക്കാളും അപ്പുറമാണ്. കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ വിഷ്വലി അത്ര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഇവിടെയൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ഭക്ഷണം കുറഞ്ഞു പോയതിൻ്റെ വാശി തീർക്കാനോട്ട് ഇന്ന് ഭക്ഷണത്തോട് ഭക്ഷണമാണ്. അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, അമേരിക്കയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്.
ഈ യാത്രയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു ബ്രൂക്ലിനിൽ നിന്ന് വാഷിങ്ടൺ ഡി സിയിലെത്തി വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് ബസ് പുറപ്പെട്ടു തുടങ്ങിയ സമയം മുതൽ ഈ യാത്ര ഞാൻ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് വളരെ മണ്ടത്തരമായി പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ആ തോന്നലുണ്ടായത് നമ്മളുടെ ഈ ലാപ്ടോപ്പും അത് വെച്ചിരുന്ന ആ ബാഗും ഒക്കെ നഷ്ടപ്പെട്ട ആ ഒരു പേഴ്സണൽ നഷ്ടത്തിൽ നിന്നുണ്ടായ ഒരു ഫെയിൽ കൂടി ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ നഷ്ടം നമുക്ക് മാറി കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോഴും വലിയ ഹോപ്പില്ല എന്ന് തോന്നുന്നു. കാരണം സ്റ്റിൽ അവർക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എനിവേ, അത് കിട്ടില്ല എന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനെ ഞാൻ ആ അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ കാണുമ്പോൾ ഈ കൊളറാഡോ കഴിഞ്ഞ സമയം മുതൽ ഇങ്ങനൊരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉണ്ടാകുന്നത് കേട്ടോ. കാരണം ഇത്രയും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്കിപ്പോഴും ഹിമാചൽ പ്രദേശിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മനാലിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഈ ഇപ്പം തമിഴ്നാട് ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനായിരിക്കും. നമുക്ക് ഇഷ്ടംപോലെ ഫോറസ്റ്റുകളുണ്ട്, ഡെഫിനറ്റ്ലി നമുക്കുണ്ട്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷെ അമേരിക്കയിലുള്ളത് ഈ പ്രത്യേകിച്ചും ഈ കൊളറാഡോ കഴിഞ്ഞ സമയത്ത് ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളെന്നുള്ളത് വേറെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കാത്ത അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മനോഹരവും നമ്മൾ ഈ പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു വിശാലതയാണ് നമ്മൾ കണ്ണു തുറന്നാൽ നേരെ കാണുന്നത്. ഇത് ഒരുപാട് ഈ അക്വസ്ട്രെയിൻ ഫാംസ് ഒക്കെ ഉള്ള സ്ഥലമാണ് തോന്നുന്നത് കേട്ടോ. കാരണം വഴിയിൽ ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും അല്ലേ? ഇങ്ങനത്തെ ഉള്ള ഒരു സ്ഥലത്തിനകത്ത് ഒരു ചെറിയ വീട്ടിൽ ഒരു കുതിരയുമായിട്ട് താമസിക്കാനൊക്കെ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുതിരയെ പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ. മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കൗബോയ് സിനിമകളുടെ ഒക്കെ ലൊക്കേഷൻസ് ഇങ്ങനത്തെ സ്ഥലമായിരുന്നു.
വീണ്ടും ഒരു കോഫി കുടിക്കാനുള്ള സമയമായിരിക്കുകയാണ് ഡിയേഴ്സ്. എനിക്ക് ഭാവിയിൽ ഇതുപോലെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ് മെക്സിക്കോ, കൊളംബിയ, ഈ സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ ബസ്സിൽ ആളൊന്നുമില്ല കേട്ടോ, ആകെ ഒരു 4-5 പേരേ ഉള്ളൂ. ഇത് എനിക്ക് വേണ്ടി ഓടിക്കുന്ന ബസ്സാണോ എന്ന് തന്നെ എനിക്ക് സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ മോർണിംഗ് വരെ ഈ ബസ്സിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം തന്നെ പിറകിൽ ഒരു സ്പാനിഷ് മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്നില്ലേ? ആ മ്യൂസിക് കേട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ മെക്സിക്കോയിലും കൊളംബിയയിലും പോകുന്ന കാര്യം ഇങ്ങനെ ഓർത്തത്. ഇവിടെ 30 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഫുഡൊക്കെ ഒരുപാട് കഴിച്ചു, ഇനി അല്പം പോലും കഴിക്കാനുള്ള സ്പേസ് ഇല്ല. വെറുതെ പുറത്തിറങ്ങിയിട്ട് നോക്കാം, എന്തെങ്കിലും നല്ല വിഷ്വൽസ് എന്തെങ്കിലും എടുക്കാനുണ്ടോ. ഈ അമേരിക്കയിലെ വെയിൽ നല്ല രസമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഹ്യൂമിഡിറ്റി അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ വേർക്കുകയല്ല, നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം തോന്നുകയല്ല. പിന്നെ വൈറ്റമിൻ ഡി കൂടുതൽ കിട്ടുന്നത് കൊണ്ടായിരിക്കും നമുക്ക് കൂടുതൽ ഒരു എനർജി ഫീൽ ചെയ്യും കുറച്ച് നേരം വെയിലത്ത് നിന്ന് കഴിയുമ്പോൾ. പിന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ, ഇവിടുത്തെ ഇലകളൊക്കെ മഞ്ഞ നിറവും ചുവപ്പും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ ഫോൾ സീസൺ ആണ്, അപ്പോൾ അതിൻ്റെ തുടക്കമാണ്. ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് നല്ല രസമായിരിക്കും. മുഴുവൻ ഇലകളൊക്കെ പച്ച മാറിയിട്ട് മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ട് മാറും. നമ്മളിപ്പോൾ ന്യൂയോർക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ന്യൂയോർക്കിൻ്റെ മണം സത്യം പറഞ്ഞാൽ ഒരു കഞ്ചാവിൻ്റെ മണമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ എൻ്റെ ബസ്സിലൂടെ ഉണ്ടായിരുന്ന ഒരു സ്പാനിഷ് ഒരു സുഹൃത്തുണ്ട്, ഞാൻ പരിചയപ്പെട്ട ആളുമൊക്കെയാണ്. കക്ഷിയും ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലും കഞ്ചാവിൻ്റെ മണമാണ്.
വെറുതെ മണം മാത്രമല്ല വലിച്ചു വിട്ടിട്ട് ഭയങ്കരമായിട്ട് ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ട് കൃഷി. എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ടിട്ട്. ആക്ച്വലി കണക്ഷൻ ബസ്സുകളൊന്നും മിസ് ചെയ്യാതെ ഇതുവരെ എത്തി എന്നുള്ളതിൽ അക്കാര്യത്തിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. പക്ഷെ സ്റ്റിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കാര്യം ഞാൻ ആ ഗ്രേഹോണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴവരും വീണ്ടും ചെക്ക് ചെയ്തിട്ട് സ്റ്റിൽ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ അത് ഫോർമലായിട്ട് പറയുന്നതാണല്ലോ, വളരെ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കൂ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും എന്നുള്ളൊരു രീതിയിൽ നമ്മളെ ഒന്നുകൂടി നമുക്ക് ഹോപ്പ് തരുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇപ്പം ആക്ച്വലി ആ ബസ്സിലുണ്ടെങ്കിൽ ഒരു തൊട്ടടുത്ത ദിവസമൊക്കെ തന്നെ അറിയട്ടെ. തീർച്ചയായും ഇനി നമുക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല ഇപ്പോഴ് ഞാൻ തമ്പിയാനിയുടെ അടുത്തേക്കാണ് പോകുന്നത്, സാൻ ഫ്രാൻസിസ്കോയിൽ. അപ്പോൾ ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്താണ് സാൻ ഫ്രാൻസിസ്കോയിൽ തമ്പിയാനിനെ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ വന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങുകളുണ്ട് അറിയാം. പിന്നെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്നത് വ്യോമിംഗ് എന്നുള്ള സ്റ്റേറ്റിലെ ഇവാൻസ്റ്റൺ എന്നുള്ള സ്ഥലത്തൂടെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എത്തുന്നത് സാൾട്ട് ലേക്ക് സിറ്റി എന്നുള്ള സ്ഥലത്താണ്. ഈ ഇവാൻസ്റ്റൺ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് പോലെ ഈ രണ്ടു വശത്തും ഈ മലനിരകൾ നിറഞ്ഞ സ്ഥലമാണ്. ഉറപ്പായിട്ടും ഇവാൻസ്റ്റൺ ഒരു സിറ്റിയുടെ മുഖം ഇതായിരിക്കില്ല. ഇത് അതിൻ്റെ ഒരു റൂറൽ ഏരിയ ആയിരിക്കണം ഈ ബസ് വേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അർബൻ പാർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പോൾ റോഹ്താങ് പാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ റോഹ്താങ് പാസിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും ഓൾമോസ്റ്റ് ഇതുപോലെയാണ്, ഇതുമായിട്ട് സാമ്യമുള്ളതാണ്. ഇവാൻസ്റ്റൺ എന്നുള്ള ഈ സ്ഥലത്ത് ആ ഒരു ടണലിലൂടെ കയറി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ റോഹ്താങ് പാസ് ഓർത്തുന്നേ ഉള്ളൂ കേട്ടോ. അവിടെയും ഒരു ടണലുണ്ട് ഇപ്പോൾ, അടൽ ടണൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പ്രധാനമന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്ത ഒരു ടണലാണ്. അല്ലാതെ ഒരു പെട്ടെന്ന് അത് ഒരു റോഹ്താങ് പാസും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഇവാൻസ്റ്റൺ എന്നുള്ള സ്ഥലത്തു കൂടിയുള്ള യാത്ര.
നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ യാത്ര ചെയ്യുമ്പോഴാണ്. നോക്കൂ, ഇക്കഴിഞ്ഞ 5-6 മണിക്കൂറിൽ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഭൂപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ മാക്ബുക്ക് എയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തു കേട്ടോ. മൊബൈലിൽ ഐക്ലൗഡിൽ ലോഗിൻ ചെയ്തിട്ട് മാക്ബുക്ക് എയർ ഐക്ലൗഡിൽ നിന്ന് എറൈസ് ചെയ്തു അതിൻ്റെ ഡേറ്റയൊക്കെ. അപ്പോൾ ആരെങ്കിലും അത് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിലേക്ക് നമ്മൾ ഐക്ലൗഡിൽ സ്റ്റോർ ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇതൊക്കെ ഒരു നല്ലൊരു ഹാക്കറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. എനിവേ, പക്ഷെ ഇപ്പോഴും നമ്മുടെ ഐക്ലൗഡിൽ തന്നെ ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനിലൂടെ ഞാനത് എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓഫ്ലൈനായിട്ടാണ് കാണിക്കുന്നത് ലാപ്ടോപ്പും അതിൻ്റെ കൂടെ ഒരു എയർപോഡ് ഉണ്ടായിരുന്നു, അതും ഓഫ്ലൈനായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാണുന്നതിനേക്കാളും ഗോൾഡൻ ആണ് അമേരിക്കയിലെ സൺറൈസും സൺസെറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തന്നെ കാഞ്ചൻജുങ്ക പോലുള്ള സ്ഥലങ്ങളിലുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആഹാ, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അല്ലേ. ഈ യാത്ര മിക്കവാറും എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് യാത്ര കൂടിയായി മാറുമെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന്, നമ്മളുടെ ഈ പലതും നഷ്ടപ്പെടുന്നത് ഒന്നും നഷ്ടമല്ല എന്നുള്ള തിരിച്ചറിവ്. പിന്നെ വേറെ എനിക്ക് തോന്നുന്നു, ഞാനും ആക്ച്വലി എൻ്റെ കുറേ ഈ ഗ്രേ ഹെയറൊക്കെ ഞാനിങ്ങനെ കറുപ്പിക്കുകയും അത് ആക്ച്വലി എൻ്റെ ഒരു ഞാൻ അമൃത ടി വിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ ഒരു 26-27 വയസ്സ് മുതൽ തന്നെ എൻ്റെ തലമുടിയിലൊക്കെ ഗ്രേ ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രേ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാനിങ്ങനെ ഹെയർ കളർ ചെയ്യുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ അറിയില്ല ഈ തലമുടിയിലൊക്കെ എത്രത്തോളം സ്ഥലത്താണ് ഗ്രേ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ളത് ഇപ്പോഴും അറിയില്ല. അപ്പോൾ നാട്ടിൽ വന്നാലുടനെ ആദ്യം ചെയ്യാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഒന്ന് മുട്ടയടിച്ചിട്ട് പിന്നെ ഗ്രേ ഹെയർ എല്ലാം പുറത്ത് കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടി റിയൽ ആക്കാം. ഡെൻവറിൽ നിന്ന് ഈ ബസ്സിൽ കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ സീറ്റിന് ഒരു സീറ്റ് മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഈ ബസ്സിൽ കയറിയത് മുതൽ ഈ എയർപോർട്ടും വെച്ചിട്ട് ബോയ് ഫ്രണ്ടിനോടോ മറ്റോ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സമയത്ത് എവിടെ എത്തി, എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്നൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെയോ ഒരു സുഹൃത്തിൻ്റെയോ ഒക്കെ സ്ഥാനത്താണ് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റിമസിയോടെ, ആ ഒരു ഫ്രീഡത്തോടെ, ആ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളോടൊക്കെ ഈ യാത്രാനുഭവം ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. ഇത്തരം യാത്രകളിൽ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ വാട്സപ്പിൽ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, ഇത്തരം പരിപാടികളൊക്കെ വളരെ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട്, 2 രാത്രികളായിട്ട് ഇൻസ്റ്റാഗ്രാമൊന്നും നോക്കിയിട്ടില്ല.
നാട്ടിലോ ഇവിടെയോ ഉള്ള അധികം സുഹൃത്തുക്കളോടും സംസാരിച്ചിട്ടില്ല. ഒരുപാട് കോഴ്സ് എടുക്കാതെ വിട്ടു കളഞ്ഞിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് വിളിക്കണം, അവരിൽ ഭൂരിപക്ഷം പേരെയും. പിന്നെ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുള്ളത് എന്നെ ഇങ്ങോട്ട് ഉള്ള ഈ യാത്രയ്ക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത സിജിയും ഷീല ചേച്ചിയും ഒക്കെ വിളിച്ചപ്പോൾ ഡെഫിനറ്റ്ലി കോഴ്സ് എടുത്തിട്ടുണ്ട്. അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളുമൊക്കെ. പിന്നെ തമ്പിച്ചേട്ടനും ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് തമ്പിച്ചേട്ടനുമായിട്ടാണ്, തമ്പി ആന്റണിയുമായിട്ടാണ്. തമ്പിച്ചേട്ടനാണ് എവിടെ എത്തി എന്ന് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് തമ്പിച്ചേട്ടൻ.